കൂട്ടുകൂടുന്നേരം പുള്ളിവാലൻ തുമ്പി അരികെ വരൂ, കളി പറയൂ. ചെങ്കതളിപ്പൂവിൻ ചുണ്ടിൽ മുത്തും നേരം ഒരു നറുതേനായി മധുപകരൂ. മാമ്പഴത്തിൻ തണ്ടു കണ്ടേ ആ മരത്തിൽ ചാഞ്ഞു നിന്നേ. ഓ കൂട്ടുകൂടി നാം കളിച്ചേ ആ കുളത്തിൽ നീന്തി വന്നേ. നിലവാനിൽ നാം പറത്തി നൂലിൻ പട്ടം, കാണാ കൊമ്പിൻ മേലേ ഈറൻ കാറ്റുപോലെ. ഞങ്ങ പറഞ്ഞല്ലടാ, ചതിക്കും വഞ്ചനയ്ക്കും ഒരു നിയമമുള്ളൂ. നീയായാലും ശരി ഞങ്ങളായാലും ശരി, അവന്റെ ഒരു ഭക്തരതി. പാടം കൊയ്യടി പെണ്ണെ പെണ്ണാളേ, കൊഞ്ചിക്കുഴഞ്ഞാടണ് പാടത്ത് നെന്മണികൾ. തങ്കത്തേരിലെഴുന്നള്ളി കതിരോനെത്തി, തങ്കക്കതിർമണി കൊത്തിപ്പെറുക്കാൻ കുരുവികളെത്തി. പുഞ്ചപ്പാടം കൊയ്യടി പെണ്ണെ പെണ്ണാളേ, ശരിക്കും പറഞ്ഞ ഹിറ്റ്ലറും വാസ്കോഡ് ഗാമയൊക്കെ ആണ്ടോടാ താരങ്ങള്. വെള്ളക്കാറുള്ളപ്പോ ഈ പണി വല്ലതും നടക്കോടാ? ആർക്ക് വെള്ളക്കാറ്? മാർത്താണ്ഡവർമ്മയ്ക്ക്. എടാ പിശാച, ഞാൻ ബ്രിട്ടീഷുകാരുടെ കാര്യ പറഞ്ഞത്. ഓ, ആ വെള്ളക്കാരി. അവരൊക്കെ ഉണ്ടായിരുന്നേല് ഈ രാഷ്ട്രീയക്കാരുടെ കളിവല്ല ഇവിടെ നടക്കുവോ? നമ്മളെ പോലെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാര് ഈ പൊരി വെയിലത്ത് കൂലിപ്പണിക്ക് പോയാ ഒരു ഉയർച്ച ഉണ്ടാവൂലെന്ന്. ദേ ഇരിക്കണണ്ടില്ലേ, നിനക്ക് ഞാൻ പറയണമല്ലോ, മനസ്സിലാവണ്ടോ? അങ്ങനെ നമ്മൾ കൂലിപ്പണിക്ക് പോയാലേ ഈ രാജ്യത്തിന്റെ സമ്പത്തുകാരൻ തന്നെ തകിടം പറഞ്ഞു പോകും. അപ്പൊ അതാണല്ലേ നമ്മളീ പണിക്ക് പോവാത്. നീ വലിയ രാജ്യസ്നേഹിയായിരുന്നല്ലേ? എന്താ സഞ്ചരിക്കുന്ന ഗാനമേള്? വായനശാല ഭാഷയത്തിനുള്ള റിഹേഴ്സലാണ്. ആഹാ, നാട് മൊത്തം സൈക്കിൾ റിഹേഴ്സൽ. ഇക്കണക്ക് റിഹേഴ്സൽ ചെയ്യുമ്പോ കരക്കാര് മൊത്തം ഈ പാട്ട് കാടിക്കോല്ല. കരക്കാരാ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഈ പാട്ടൊക്കെ പഠിക്കണം. പിന്നെയാണ് അപ്പൊ നീ തട്ടേ പാടാൻ നേരത്തെ നാട്ടുകാരും അത് കൂടെ പാടുവല്ലടാ. അപ്പൊ രാഷ്ട്രീയത്തിനുള്ള സംഘഗാനായി. പരിഹസിക്കല്ലേ? ആരൊക്കെ എങ്ങനെയൊക്കെ പാടി ഞാൻ പാടുന്ന നാടുവത്ത് ഓടിയിടുന്ന് പാടാൻ പറ്റും നിങ്ങക്ക്? ഓടിടുന്ന് പാടാൻ പറ്റില്ലായിരിക്കും, പക്ഷെ പാട്ട് ചെയ്യുമ്പോ നീ ഓടണ്ടരും. ഓ, ഇതൊരു ഗായകനെതിരുള്ള വെല്ലുവിളിയാണ്. സാരമില്ല, ഇതിലുള്ള മറുപടി സീലോചിച്ച് വന്നോളാം. എന്നാലേ നിനക്കൊരു നോട്ട് മാലിട്ട് ഞാൻ വര ഇട്ടതാ വര ഇടാത്തതാ? അല്ലെങ്കിൽ ഈ കലാകാരന്മാർക്ക് നാട്ടിൽ വിലയും കാണില്ല. ഞാൻ പോണ്. തങ്കത്തേരിലെഴുന്നള്ളി കതിരോനെത്തി. എന്താ ഷാറുഖ് ഖാൻ? എന്ത് പരിപാടിയാടാ? എന്തിയേ നടക്കോ? തന്നെ രണ്ടും പറ്റിച്ചതാടോ. അങ്ങനെ ഒരു സംഗതി കരയത്തനില്ലെന്നാ ഞാൻ കേട്ടത്. ഇതെവിടെ കിട്ടൂത്? പിന്നെ ഈ സാധനം കിട്ടാൻ ഒരു വഴിയുള്ളൂ. താങ്കൾ സീഡിക്കാൻ അണ്ണനടുത്ത് ചോദിച്ചു, അവിടെയും കൂടി തപ്പാനുള്ള. എന്റെ പൊന്നോ, നമുക്ക് അറിയാൻ പാടാത്ത ഭാഷയിൽ പോയല്ല. ഭാഷയിലൊക്കെ എന്തിരിക്കണ്? ഒന്ന് മനസ്സിരുത്തിച്ച് ചോദിച്ചു നോക്കുന്നു. ആവശ്യക്കാൻ ഔചിത്യമില്ലെന്നല്ലേ സാധനം കിട്ടുന്നേ. കാണാൻ സഹായിക്കണോട്ടാ, നീ വിട്ടോ. കാണണേ ഞാൻ പറഞ്ഞോണ്ടേക്കാം. ശരി, ആയിക്കോട്ടെ. ഗായകനായിട്ടാണല്ലോ രഹസ്യം പറച്ചില്. പാട്ടുപാടി മീനെ പിടിക്കാനുള്ള പരിപാടി ആയിരിക്കും. നീറ്റ് പോടാ മടിയന്മാരെ. ഒരു ബീഡിങ്. ബീഡിയാ? ഏത് ബീഡി? ബീഡിയൊക്കെ തീർന്ന്. നീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചാ? ഇന്നലെ രാത്രിയല്ലേ 2 കെട്ട് മേടിച്ച്? ചൂണ്ടേറിനാണ്, തീരും. ബീഡി കിട്ടണം മീനെ പിടിക്കണ. നല്ല കൊത്തുണ്ടെന്ന് തോന്നുന്നു. നല്ല കൊത്താണ്. കാലിരുമണ്ടല്ല, വല്ല പാമ്പാണ കൊത്തണേ നോക്ക്.
അല്ലടാ നിന്റെ അപ്പം പാപ്പി ഇതിലും വലിയ പാമ്പായിട്ട് വെള്ളത്തിനപ്പോഴേ ഞാനാ വരച്ച് കരയിലിട്ട്. ആ കൊടുന്തീരതൊക്കെയുള്ള കപ്പയും കള്ളും പുള്ളി എന്നെ മേടിച്ചു തന്നില്ലേ? ആ മേടിച്ചെന്ന്, പക്ഷെ എന്റെ പൈസ കൊടുത്താരാണ് ഞാനാണ്. അപ്പോഴേ വിചാരിച്ചാണ് വെള്ളത്തിൽ കിടന്നാൽ മതിയായിരുന്നു. തീരുന്നാകോയ് ആ തെങ്ങ പിടിച്ചിരുന്നോട്ടാ പള്ളത്തി ഒളിച്ച് വെള്ളത്തിലേക്ക് ഇടും. നീ ഒന്ന് പോടാ വന്ന്, നിന്റെ കത്തുള്ള പ്രാലിനെ പിടിച്ചാൽ കരയിലിട്ട്. പിന്നെ നിന്നെ ആയിരിക്കും ചൂണ്ടേ കോർത്തിട്ട്. രാവിലെ ഒരു പണിക്കും പോരട്ടാ, പണിക്ക് വേണേ കുറ്റവും പറയണം. ആ പറണ പറച്ചില്ലാട്ടതുകൊണ്ട് ഹാർബറിൽ നിന്ന് ലേലം വിളിക്കാന്ന് ഒന്ന് വെച്ച് പോടോ. ഹേ ഞാൻ ഇരിക്കൊണ്ടേ വീട്ടുകാരൻ 4 മീൻ കൂടി ചോറയും തിന്നുന്നുണ്ട്. അതിപ്പോ നമ്മുടെ വീട്ടുകാരൻ തിന്നുണ്ട്, നമ്മക്ക് തരൂലെന്നേ ഉള്ളൂ. ആ പണിക്ക് പോണേ. ഇതെങ്ങനെയാണ് നിന്നെ കണ്ടി നിന്റെ അനിയന്മാരും പഠിക്കണത്? ഇപ്പൊ തന്നെ 4 മണി ശല്യമാണ്. 10ാം ക്ലാസ്സിൽ അവന്മാരും വന്നിരിക്കും ഏതെങ്കിലും തെങ്ങിന്റെ മേളിൽ. എന്റെ ദൈവമേ, ഞാൻ ആ കാര്യം പറഞ്ഞോ. നീ സൈക്കിൾ എടുത്തേ. അതിന് നമ്മ എവിടെ പോവാ? ഇന്ന് പടുത്തില്ലാത്ത ദിവസമാണ്. ആ പണ്ടാരപ്പടലിന് മുമ്പിൽ ചെന്നിട്ടാലേ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുമാര്. അതിനിപ്പോ എന്താണ്? എടാ പണിക്ക് വേണമെന്ന് വേണ്ടല്ലേ ഇറങ്ങിയേക്കണേ. നീ ആ സൈക്കിൾ എടുത്തേ. സാധാരണ അനിയന്മാർക്ക് ചേട്ടന്മാരെ പേടി, ഇവിടെ നേരെ തിരിച്ച്. അതെ, എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ 10ാം ക്ലാസ് പറ്റുയത്. അന്ന് തുടങ്ങിയ ദുരിതമാണ് എന്റെ. അമര പൂട്ട് എന്തെങ്കിലും കാര്യം എന്റെ കൈ കിട്ടും, അന്ന് വരെ ഇങ്ങനെ നടക്കേണ്ടി വരും. നീ സൈക്കിൾ എടുത്തേ. അതെ, പിള്ളേർക്ക് പഠിച്ചുള്ള ദിവസം നമുക്ക് എത്ര ആണെങ്കിലും മറിക്കാം. നീ ഇപ്പഴേ ഈ സൈക്കിളെ ഒട്ടി മറിക്കാൻ നോക്കും. മത്സ്യങ്ങളുടെ ഇടയൻ മീന് തീറ്റയെ കൊടുത്തു കഴിഞ്ഞാ ഇനി എല്ലാത്തിനൊന്ന് കുളിപ്പിക്കണം. കരിമീമയാണല്ലോ കിടക്കണിട്ട് കൂട്ടാത്മഹത്യ പോലെ ഉണ്ടല്ലോ. ഒരുപാട് സമയം കളഞ്ഞതാണ്. 3 നാളത്തിനൊക്കെ പൊക്കുന്ന് എന്നിട്ട് ആ മരത്തടിയുടെ അങ്ങടാ നമുക്ക് ചുട്ടടിക്കാം. പിന്നെ നീ കണ്ടതാ വെളുത്ത മഞ്ജു, ഇത് ഈ കറുത്ത് പണ്ടാറങ്ങിയിരിക്കൂലേ ഇതേപോലെ ഇരിക്കണത്. എന്ത് അല്ല പഴയ കളറൊക്കെ പോയിന്ന് പറഞ്ഞു. എവിടെ നോക്കട്ടെ? ഇപ്പൊ കുറച്ച് വെളുത്തിട്ടുണ്ട്. സാഹിബിന്റെ പുള്ളിരിക്കണോ? ചെറുപ്പത്തിലേ ഇവന്റെ കളർ ഉണ്ടായതാണ്. ഉള്ളം കൈക്കായിരിക്കും. കാര്യം പറഞ്ഞാടാ, 4ാമത്തെ വയസ്സിലേ ഇവിടെ ഒരു മറുകു വന്നതാ. പിന്നെ അത് പടർന്നു വന്നിട്ട് പീ കളറായി. പക്ഷെ നമ്മളെ പോലെ കറുത്തിരിക്കണം നല്ലത്. ആ കറുപ്പൊക്കെ നല്ലതാ, പക്ഷേ കറിച്ചിട്ട് കണ്ണുമൂക്കണ ചലിരിക്കരുത്. ഓ വെയില് വീണ ചേട്ടൻ പണിക്കും പോവില്ല, അനിയൻ പുറത്തേക്ക് ഇറങ്ങൂല. പുറത്തിറങ്ങിയിട്ട് എന്തിനാണ് ഇവിടെ വന്നിട്ട് കണ്ണും കണ്ണും നോക്കിയിരിക്കാനല്ലേ? ഇയാള് മീനെ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് തുറപ്പനം കൊണ്ടുള്ള വന്നെ. എല്ലാം സരി പണി തരങ്ങ. എന്നാ മുണുങ്ങ്. എന്നാ സൗഖ്യമാ? ഷാരൂഖ് ഖാനെ കൊണ്ട് എങ്ങോട്ട് പോണേ? எனக்கு தெரியல, இந்த ஆளு ரொம்ப நேரமா என்னமோ ஆயுர்வேதம் படம் தான் கேட்டுக்கிட்டு இருக்கேன். ദൈവമേ, അന്യഭാഷയാണല്ലോ. ഒന്നും മിണ്ടാനടാ തമിഴ. ഇതിലും ഭേദം പത്രത്തിൽ കൊടുക്കാറുന്നില്ല. என்ன பார்த்தோம்? തനിക്കെന്തിനാണ് ഈ ആയുർവേദം? മൂലക്കുരുണ്ടോ? நம்மள அருணாச்சலம் பாஷா படைப்பெல்லாம் எங்க தலைவர் படம். இந்த ஆளுக்கு இந்த படம்லாம் போதாதான், என்னமோ ஆயுர்வேத படம் தான் வேணுங்கிற. அதை பற்றி எனக்கு ஒன்றுமே தெரியாது, நீங்கள் தான் கேட்டு சொல்லி தரணும். ആഹാ, ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കണിരുന്നു. ഇതിനാണ് സൈക്കിളിൽ കയറാൻ പറഞ്ഞത്. ഇതിലും നല്ലത് ഇന്നത്തെ കരയോത് ചോദിക്കാറുന്നില്ലടാ. ஆமாம், എന്താണ് ആയുർവേദം? ഒന്ന് പോയാലോടന്ന് സൈക്കിൾ തമിഴ. നീ എന്നോട് നിർത്തി അവിടെ കൊണ്ടാക്കിയേ. അപ്പൊ കാര്യമായിട്ടൊന്നും ഉണ്ടല്ലോ. അതിപ്പോ പിള്ളേർ അറിയണ്ട. പിള്ളേരാ? എന്നാ അണ്ണം വിട്ടോ. சரி நான் பார்த்துட்டு வரேன். എന്നാ പറ. നിങ്ങളൊന്ന് അതായത് ഇവിടെ ഭക്തരതി കിടന്ന് കറങ്ങുന്നുണ്ട്. അതാരാണ്? അതാരൊരു സിനിമയുടെ പേരാണ്. അതറിയ നടക്കണ അതല്ലടാ, ഇത് നിർവഹത്തിന്റെ CD ഇല്ലേ, അത് ഭക്തരതി എന്നുള്ള പേരിൽ ഇവിടെ ആരോ കൈ കിടന്ന് കറങ്ങുന്നുണ്ട്. അതപ്പി ഇറങ്ങി ഞാൻ എന്റെ കഷ്ടകാലത്ത് ഞാൻ പോയി ചോദിച്ചാൽ CD-കാരൻ തമിഴിന്റെ അടുത്തു. അതേതായാലും നന്നായി. ഇത് ഞാനാ നിങ്ങളോട് ചോദിച്ചെന്നുള്ളത് വേറെ ആരും അറിയണ്ട, പ്രത്യേകിച്ച് ദൈവന്റെ ചേട്ടൻ. അതെന്താ അറിഞ്ഞാല്? ഇതങ്ങനെ എല്ലാവർക്കും കാണാൻ ഒരു പടമല്ല. അത് ആരുടെ? ജയഭാരതിയുടെ. പിന്നെന്താ കുഴപ്പം? നായിക ജയഭാരതിയാണ്, പക്ഷെ നായകനാണ് പ്രശ്നം. അതെന്താ നായകനാണ് വില്ലൻ? നായകൻ നിന്റെ അകത്തുള്ള പയ്യനാണ്. അതാ ഞാൻ കാണാൻ പാടെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങൾ പോയിക്കോട്ടെ. ശേഷം നിഗമനം എന്ന് വെച്ചാൽ അപ്പൊ അതാണ് ഭക്തരതി. அந்த ஆயுர்வேதம் தேடி வழி மாறி போயிட்டேன். சைக்கிளில் பிரேக்கே கிடைக்க மாட்டேது.
படம் பார்க்கலாமா தலைவர் படம் എന്റെ പൊന്നണ്ണേ പോതും ദേ അതാണ് വഴി പോകുമ്പോതാ ആയുർവേദ രോഗിനെയും കൂടി കൊണ്ടുപോക്കോ. சரி சரி இன்னொரு தடவை வந்து எங்க பக்கம் பார்த்து குழி தோண்டி புதைச்சிடுவேன். ஜாக்கிரதை. அதோ எங்க தலைவர் டயலாக் தான். வேற என்ன பக்கத்து கடையில குப்பி மருந்து ആയുർവേദം கிடைக்குதா? എന്റെ പൊന്നണ്ണോ, ആയുർവേദം അല്ല രതിനിർവേദം. ഇനി എന്താ പരിപാടി? തണലത്ത് ഉറങ്ങാൻ പോവാണോ? വേണ്ടടാ, തലക്കുറിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പാടത്തേടുന്ന് ഓട്. ശരിയാണ്ടാ, ബോറടിക്കുന്നുണ്ട്. ആഹാ ബോറടിക്കണല്ലേ? മാങ്ങ പോലും ബോറടി തുടങ്ങി. എന്നാ നീ ബാക്കിയും കൂടി വിടുങ്ങടാ. കഷ്ടപ്പെട്ട് കുറച്ചുകൊണ്ട് വന്നല്ലേ അല്ലേ? എന്നിട്ട് എനിക്കൊരു കടി വന്നവൻ. നിനക്ക് കടിയിടില്ലേ? നീ മാങ്ങയിലൊന്നും നോട്ട് വയ്ക്കും, നിന്റെ വേറിലൂടെ അവൻ കടിച്ചെടുക്കും. എടാ നമുക്ക് ഇന്ന് പഠിത്തമുണ്ടായാ? ഒരുത്തേനും റോട്ടിലൊന്നും കാണാനല്ലോ. ഞാൻ പുളിമിഠായി മേടിച്ച് വരുമ്പോ സൈക്കിളൊക്കെ ആ വളപ്പീടിയുടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ വിട്ടാലോ? ആ എടാ ഈ സൈക്കിളിന് പെടലില്ലടാ. ഉണ്ടല്ലോ, പുതിയതാ. എന്നാ ചവിട്ടങ്ങാട് എത്തട്ടെ. അതെ, ശക്തിമാൻ കാണാൻ വന്നുണ്ടോ? ഓ അത് കാണാനുള്ള ശക്തി അങ്കില്ല. പിന്നെ ശക്തിമാൻ ഇതെന്താ വള്ളിക്കള തൊട്ട് അമീബി ഒരാകൃതി വന്നിട്ടുണ്ടെങ്കി വാ, അല്ല വായനശാല മുട്ടൻ തിരക്കാവും. എടി ശക്തിമാനൊന്നും കാണാൻ പാടില്ല. അതിൽ അന്ധകരം തീകോളകളാൻ ടി വി എടുത്തിരിച്ചു. നീ വായനശാലൊന്നും പോണ്ടടാ, വാടാ ഫുട്ബോൾ കളിക്കാ. ഫുട്ബോളൊക്കെ വൈകുന്നേരം കളിക്കാം, ഇപ്പൊ സമയമില്ല. അതെന്താ രാവിലെ തന്നെ നീ ബോൾ വിഴിഞ്ഞ? സൈക്കിൾ എറാം. വേഞ്ചല് കൃത്യക്ഷെല്ലാം പറ ശക്തിമാൻ വഴക്കുറയണ്ട. നീയൊക്കെ ഇനി പറമ്പിലേക്ക് പോട്ടാ. ലോകകപ്പ് തുടങ്ങുമ്പോ റൊണാൾഡോ ആണ് റൊണാൾഡീഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. അതിന് ലോകപ്പാണത് വായനശാലയിലല്ലേ, പറമ്പിലല്ലല്ലോ. നീയൊക്കെ അങ്ങോട്ടും പാട്ടാ. അതെ, സൈക്കിൾ റാലി പോലെ ലോറി കറക്റ്റ്. എടാ ഇവന്മാരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലട്ടാ. ഈ വായനശാല ഇനി പിള്ളേരൊക്കെ ചീത്തയാക്കണത്. വന്ന് പിള്ളേരൊക്കെ മടി തുടങ്ങി. ആർക്കൊന്നും താല്പര്യമില്ല. ഒക്കെ ദിനം സിനിമയെ ശക്തിമാനും മതി. അളിയാ എനിക്കൊരു ഐഡിയ. നേരത്തെ പറഞ്ഞോലെ ആ മാങ്ങാണ്ടിയും കൂടി വിഴുങ്ങാനാണ്. അതല്ലടാ, നമുക്ക് കണ്ടാലൊരു പടം. ഇതെന്താ പുഞ്ചിരി മത്സരം? കാര്യം പറടാ. നായിക ജയഭാരതി, നായകൻ നമ്മുടെ അത്രേ ഉള്ളൂ. അതിന് നിന്റെ ഉണ്ടോ? എന്റെ ഇല്ല. പിന്നെ സ്വപ്നം കാണാനാ. ലോലൻ തൊപ്പിക്കിളി കരടി ഇവന്മാരറിയാണ്ട് ഇക്കരെ കിടന്ന് സീഡി കറങ്ങൂല. തൊപ്പിക്കളിയും കാര്യം തവളയും കൂടി സൈക്കിളിൽ പോണണ്ടായിരുന്ന ഇത്രയും ജീവികളും കൂടി ഒരു സൈക്കിളാ. ഇതെന്താ സർക്കസാ? സർക്കസ് അല്ല, സിനിമ. അവന്മാര് സിനിമ കാണാൻ വേണ്ടി സൈക്കിളും കൊണ്ട് പോയിന്ന്. സിനിമ എവിടാ? അതെനിക്കറിയാൻ പാടില്ല. അവന്മാരിപ്പോ എന്തായാലും വീട്ടിലില്ല. കരടിയാണോ? ആ അതെനിക്കറിയാൻ പാടില്ലട്ടാ. അവന്മാരുടെ എവിടെ പോയിക്കാണ്? എനിക്ക് റേഷൻ കടയിൽ പോകാനാണ്. വീട്ടിൽ നിന്ന് ചോറ് തരില്ലെന്ന് തോന്നുന്നു. അപ്പൊ കടം കരടീനെ പൊക്കണം. ചേട്ടാ തേവിട്ടാണ്ടാ? തേനി ചേർക്കലൊന്നുമില്ല, ഉപ്പിലിട്ട കാരൊക്കെ ഉണ്ട്. അന്ന് രണ്ട് കാരങ്ങെടുക്ക്. അതെ പൈസ പിന്നെ തരാട്ടാ. എന്നാ മോനൊരു കാര്യം ചെയ്യ്, കാര കുടിച്ചോ, എന്നിട്ട് ഉപ്പ് കൊണ്ടുപോകും. പിന്നെ തരാട്ടാ. വേണ്ടെന്നേ, പൈസ കൊടുക്കണേ. കാരക്ക അടക്കണേ. 2 കാരൊക്കെ തന്നെ എടുക്കണേ. നീ കടം പറഞ്ഞു കുപ്പി പകുതിയായി. ഇതൊക്കെ പിന്നെ വിൽക്കാൻ വെച്ചാണല്ലേ. എന്നാ കട നീ ഞങ്ങൾ എടുത്തു. ഓ അതൊന്നും വേണ്ട ചേട്ടാ. പൈസ കൊടുത്തോളാട്ടോ. എന്നാ എനിക്കൊരെണ്ണം അത് ഞാൻ മേടിച്ചാ? കൊടുത്തു. ഒന്നും മിണ്ടായിരിക്കടാ. എടാ, അപ്പൊ നീ പോയില്ലേ സിനിമ കാണാൻ? ഏത് സിനിമ? അപ്പൊ നീയും തൊപ്പിക്കളിയും കൂടി സിനിമ കാണാൻ പോണെന്ന് പറഞ്ഞ്? അത് മീശമാധവനല്ലേ? അത് ഞാൻ കണ്ടാണ്. മീശമാധവനാ? ഭക്തരതയില്ലേ? നീ വന്നാ? എന്താടാ നിനക്കൊക്കെ എന്തിന്റെ ഭ്രാന്താണ്? ആ ചേട്ടനെ വിളിച്ച് ഭക്തരെന്ന് വിളിച്ചു കാമോ? ഇത് കാര്യം കേട്ട പ്രശ്നമൊന്നും. എന്ത് പ്രശ്നം? അപ്പൊ നിന്റെ ഉണ്ടല്ലേ? അതെന്റെ ഒന്നുമില്ല. അത് ആ പ്രാന്തന്റെ അടുത്താണ്. ഏത് ഭ്രാന്തൻ? മുത്താപ്പ. മൂത്താപ്പേടയില സീഡി ചോദിച്ചങ്ങോട്ട് ചെന്നാ മതി, അവൻ ഇപ്പൊ തന്നെ എടുത്തു തരും. നീ ഒന്ന് മേടിച്ചു തരുമോ? ഏയ് ഞാനത് അവനോട് ചോദിച്ചാണ്. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഒന്നും എടുത്തരാൻ പറ്റില്ലെന്ന്. അതിനെന്താണ് ഇത്രയും കാനോണ? കാനൂണ്ടായിട്ടൊന്നല്ലെന്ന്. അത് അവന്റെ ഇടങ്ങാറപ്പോ എന്റെ കിടക്കിടലോണ്ട് വെച്ചാണ്. ഏതാ കൊമ്പമീശയുടെ? ആ കൊമ്പമീശ. ആൾക്കാർക്കൊക്കെ മൊത്തം പേടിയാണ്. പിന്നെ അവന്റെ ആരും പിന്നെ പറയണ. ആള് ഭയങ്കരനാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കിടപ്പിലാണ്. ആഹാ, കിടപ്പിലാണ്. എങ്കിൽ കിടക്കപ്പൊക്കെ ഇങ്ങ് എടുത്താ പോരെ? അത് പറ്റൂല. ആള് വലത്തേക്ക് ഇരിഞ്ഞ് നടക്കണ്. സീഡി അത് അവിടെ കൊണ്ട് വെച്ചേക്കണ്. അപ്പിന്റെ അടുത്തേക്ക് ഇരുമ്പ് എടുത്തുകൊണ്ട് വന്നോ? അതൊട്ടും പറ്റൂലെന്ന്. അയാള് വലത്തേക്ക് ഇരിഞ്ഞ് തന്നെ ഒരാഴ്ച കൊണ്ടാണ്. ഇടത്തേക്ക് ഇരിയാൻ 2 ആഴ്ച എടുക്കൂലേ? ഹലോ ഇല്ലേ? ആ അവനിപ്പോഴെ കാണും. അവൻ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഉണ്ടാവും. അവനെ ഞങ്ങള് തപ്പിക്കോളാം. അതെ, ഞങ്ങൾ വന്ന് ചോദിച്ചാലും വേറെ ആരും അറിയണ്ട. ഞങ്ങൾ വന്ന് നിന്നോട് ചോദിച്ചാലും വേറെ ആരെങ്കിലും വന്ന് ഞങ്ങളോട് ചോദിച്ചാ ഞങ്ങൾ ചോദിക്കാൻ പോണത് നിന്നോടായിരിക്കും. വാടാ. നീ എന്താ അവനോട് ചോദിച്ചേ? തമ്പുരാനറിയാം. അതറിയണേ കരടിയോട് തന്നെ ചോദിക്കണം. അപ്പൊ ജയഭാരതി ആണല്ലേ അന്ന് അടി? നമ്മുടെ എത്രയുള്ള നടനും. അല്ല, ഈ ജയഭാരതിയുള്ള സമയത്തെ നസീറും ജയനൊന്നും ഉണ്ടായില്ലേ? പിന്നെ ഉണ്ടായി. ഉണ്ടായില്ലേ? പിന്നെന്താ അവരൊക്കെ ഉണ്ട് അഭിനയിപ്പിക്കാന്? ആ അവരൊക്കെ അന്ന് ലീവായിരുന്നു. പോടാ മണ്ട, ആദ്യം സാധനം ഒന്ന് കൈയിട്ടിട്ടെ. അതല്ലടാ, നമ്മുടെ അത്തുള്ള പയ്യനെ കൊണ്ടല്ല അഭിനയിപ്പിച്ചേക്കണേ. എടാ അതറിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ മൂത്താപ്പഴത്തേക്ക് പോണത്.
അല്ല എന്ത് കാര്യത്തില മൂത്താപ്പനോട് ചോദിക്കാം. എന്ത് ചോദിക്കാൻ? നിന്റെ ഒടുക്കത്തെ ലേണ്ടി കാരണമാണ് അവനൊരു അശ്വതി കുട്ടപ്പരും. അവക്കെന്തൊരു കുഴപ്പം? അവക്കല്ല കുഴപ്പം, അവള് കാരണം ഇപ്പൊ നമുക്കല്ല കുഴപ്പം. ആന്ന് ഇവന്റെ ലൈനടിയിൽ ഇവൻ നായകനും അവള് നായകനും മൂത്താപ്പ വില്ലനും ആയിരുന്നില്ലേ? രണ്ടുപേരും കൂടി അവളുടെ പുറകെ നടന്നിട്ട് രണ്ടുപേർക്ക് അവളെ കിട്ടിയില്ല. നമ്മളാണ് അവന് ചെയ്യാത്ത ഉപദ്രവവും ഇല്ല. പാവം എങ്കിൽ കൂട്ടിലിട്ട് വളർത്തണം. കണ്ട വില്ലനെ പറഞ്ഞപ്പോ നായകനെ കൊള്ളണണ്ട. ഒന്നും ഉണ്ടായിരുന്നടാ. നമുക്ക് മൂത്താപ്പനെ പൊക്കണോ വേണ്ടയോ? പൊക്കണം. അവൻ എവിടെയുണ്ടെങ്കിലും പൊക്കണം. പൊക്കണം. ഫോളോ ബി. അശ്വതി കട്ടപ്പൻ ഇവിടത്തെ ഐശ്വര്യം. അവൻ ഇവിടെ തന്നെ ഉണ്ടടാ. മനസ്സിലായി. മലയാളത്തിനോട് ഇത്ര ക്രൂരത കാട്ടണ വേറെ ആരുണ്ടടാ ഈ കരയില്? ഇവിടെ ഉണ്ടാവാൻ വഴിയില്ലടാ. ഇനി മുകളിലുണ്ടാവോ? അതിനിവിടെ കയറാൻ ഏണിയും പടിയൊന്നും ഇല്ലല്ലോ. അശ്വതി ഇപ്പൊ പറയാം. ഇവിടെ എന്തൊരു കുഴപ്പമുണ്ടല്ലോടാ? ഓടാ അശ്വതി കട്ടപ്പൻ ഇവിടത്തെ ഐശ്വര്യം. എന്ത് കുഴപ്പമുണ്ടല്ലോടാ? ആ കരിക്കുവിനാടാ നോക്കട്ടെ പറയാം. നോക്കി അളിയനെ എഴുതിയേക്കണ മലയാളമാണെങ്കിലും വായിക്കുമ്പോ കൊങ്ങിണിയാണല്ലോടാ. നോക്കി കേറണേ. കൊരങ്ങൻ കയറുന്ന പോലെ തന്നെ ഉണ്ടല്ലോടാ. നീ എന്തീ കാണിക്കണ? അവൻ തെങ്ങിട്ട് ഒക്കെ നോക്കട്ടെ, ഞാനിവിടെ നോക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോ അവൻ ഇതിരിപ്പുണ്ടാവും. ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? മൂത്താപ്പേ മൂത്താപ്പേ നീ ഇതെവിടെ പോണ്? നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ എവിടെയൊക്കെ പോയടാ. നീ ഈ നിലയിലെത്തിയാലും ഞങ്ങ അറിഞ്ഞില്ലല്ലോ. ഒന്നും പോയടോ, സ്വസ്ഥോട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. പാതാളത്തിൽ പോയി അവിടെയും വരും തെണ്ടികള്. ഇറങ്ങും, നിനക്ക് കൂടെ ഉപകാരമുള്ളൊരു കാര്യം പറയാനാണ്. എന്റെ പൊന്നോ, ചെയ്തോടത്തോളം ഉപകാരമൊക്കെ മതി. ഇനി പറയാനുള്ള അവിടെ നിന്ന് പറഞ്ഞാൽ മതി. മൂത്താപ്പേ കൈ കഴിക്കണ, താഴേക്ക് ഇറങ്ങി വാടാ, എന്നിട്ട് നീ തിരിച്ച് കേറിക്കോ. ഓ, ഇവനൊക്കെ പുലി പിടിക്കാനായിട്ട്. ഓടാ ഓടാ ഓടാ. അവന്റെയൊക്കെ ഒരു ഭക്തരതി എന്റെ കൊല്ല. എന്റെ നിനക്ക് തരാനും പോണല്ല. എന്ത് സാധനോട് നീ? എടാ നമ്മളെ മേലെ പ്രശ്നമൊക്കെ മറക്കടാ. ഞങ്ങൾ ഇതിനെ ഒന്നും ചെയ്യൂല. ഇതിക്കുള്ളൊക്കെ നീ എന്ത് ചെയ്യാനാടാ? അതല്ലേടാ പറഞ്ഞ ഒന്നും ചെയ്യൂലെന്ന്. ദേ പൊറോട്ടയും കറിയും വെച്ചരാ. അതെ, ഹോട്ടലിൽ മുമ്പാകെ ചിക്കൻ മാത്രമേ ബോധിപ്പിക്കുള്ളൂ. എങ്ങനെയുണ്ട്? ഈ പോളന്റെ റബ്ബർ ഷീറ്റ് പൊറോട്ടല്ലേ എനിക്ക് വേണ്ടാന്ന്. റബ്ബർ ഷീറ്റാ? അല്ലെങ്കിൽ ഇത് വിരിച്ച് അതിന്റെ മീതിരുന്നല്ല തീറ്റിനാണല്ലോ. ഇപ്പൊ കുറ്റം പറഞ്ഞ ഇങ്ങ വന്നേടാ. നമ്മുടെ പൊറോട്ടയുടെ പരിസ്ഥിതി വന്നാ? അല്ല, ഭക്തരതി മേടിക്കും. ഉണ്ടായിരുന്നു. അവൻ നിക്കണില്ലേ? അതവസാനം വല്ല മണ്ടത്തരം പറയാൻ മേടിക്കാണ്. എടാ മൂത്താപ്പ, നീ എല്ലാം മറക്ക്. അതെ, നിന്നെ അങ്ങ് ഒന്നും ചെയ്യൂലടാ. നീ ഭക്തരേതാടാ. അതെ ഭക്തരതി. നീ കൊറേ നേരം അല്ലടാ മറക്കണം മറക്കണം എന്ന് പറയുന്നത്. എങ്ങനെ മറക്കാനാണ്? സ്കൂൾ വിട്ടാകുമ്പോ സൈക്കിൾ കൂടി താക്കോൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അത് കണ്ടുപിടിച്ചാൽ അതിന്റെ കാറ്റ് കുത്തിട്ട് ഇതൊന്നും പോരാണ്ട് സൈക്കിളിന്റെ പറഞ്ഞ മാലപ്പടം കെടുത്തു വിട്. തൃശ്ശൂർ പൂരം ഉണ്ടല്ലോ, തൃശ്ശൂർ പൂരം എന്റെ പുറകെ വന്നോലെ എനിക്ക് പോയത്. ഇവിടെ 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 നോക്കടാ, കച്ചി വെച്ചെന്റെ കണ്ണങ്ക അടിച്ചു പിടിച്ച്, കവണ വെച്ചിട്ട് തലക്കെട്ട് അടിച്ച്, പമ്പരം കൊത്തി എന്റെ കാല് കുളച്ച്, കയ്യിലും കാലും കെട്ടായിട്ടേ ഒരാഴ്ച വികലാങ്ങനെ ആയിരുന്നു. വേണ്ടായിരുന്നു. അത് മാത്രോ, കല്യാണത്തിന് പോകാൻ നിന്നെ ചെളിവെള്ളത്തിൽ തള്ളിയിട്ട് കബഡി കളിക്കാൻ വന്നെ കാലിയോട്ടി വിളിക്കും. അത് ഞാൻ ഹാജർ. ഇതൊക്കെ സഹിക്കും. പക്ഷേ അശ്വതി കുട്ടപ്പൻ ഇവൻ അവളുടെ പുറകെ നടന്നാ പോരെ. അതിന് നീയൊക്കെ എന്റെ മെക്കെട്ടുകാരൻ എന്തിനാടാ? അതിന് അവൾ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞില്ലല്ലോ. ആ ഇഷ്ടമെന്ന് പറയാനിട്ട് ഇങ്ങനെ. എടാ നീയൊക്കെ എന്നോട് ചെയ്ത എല്ലാം ഞാൻ മറക്കാം. എനിക്ക് എന്റെ ബുക്കിൽ പേര് പോലെ എഴുതാറിയാൻ പാടെന്നും ഞാൻ സ്കൂളിൽ തോറ്റു എടുക്കണം നീ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തില്ലേ. ഇപ്പൊ അവള് അവളുടെ കൂട്ടുകാരന്മാരെ എന്നെ കടമ്പ ചിരിയാ. നിന്നൊക്കെ ചിരിക്കണേണ്ടല്ലോ, ഇവനൊക്കെ തുപ്പേണേ. ദാ ചിരിയല്ല, കളിയാക്കി ചിരിയാണ്. എന്റെ ബുക്കിനൊരു പേരിട്ട് അക്ഷര തെറ്റ് മാസികാന്ന്. അതിനു വേണ്ടി അത് തെറ്റുന്ന ബുക്കാന്ന് പറയടാ. ശരി, എഴുതുന്ന ബുക്ക് വേറെ ഉണ്ടെന്നും പറയാം. എന്റെ ഇവന്റെ ബുക്ക് കൊണ്ടേ കാണിക്കാം. ഇവന്റെ ബുക്കാ പെന്നൊക്കെ ചിരിക്കണോളൂ. നിന്നെ കണ്ട കല്ലെടുത്തെറിയും. അതിന് ഇവൻ ക്ലാസ് ഫസ്റ്റ് ആണ്. ആര് ക്ലാസ് ഫസ്റ്റ്? ഇവനാ അസംബ്ലിക്കായിരിക്കും. ഒന്ന് പോയടാ, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ. നീ മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായി ഹിന്ദി പറയാം. ഹമാരാ തുമാരെ എട്ടപ്പാട് നെഹി തും തുമാരെ പാട് ദേക്കോ ബൈ. വല്ല പാട് നോക്കി പോടാ. എങ്ങനെ? ഓ ഡാ മൂത്താപ്പ, അശ്വതി കുട്ടപ്പന്റെ പേരിലല്ലേ നമ്മ പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ ഇവനും കിട്ടിയില്ല, നിനക്കും കിട്ടിയില്ല. നീ ഭക്തരതി എന്നാ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളോട് പോയി പറയാ. എന്ത് പറയുന്നു? നിനക്കൊക്കെ ഭക്തരതി ഞാനാ പറയടാ, പോയി പറ, പൂർത്തിയാവും. എടാ ഭക്തരതിയുടെ കാര്യമല്ല, നിനക്ക് ഇഷ്ടമെന്ന് പറയും. നിനക്ക് ലൈനാക്കി തരും. എനിക്കല്ല ഇപ്പൊ ഭക്തരതി ഇട്ടാൻ വേണ്ടി നീക്ക് എന്തും പറയും. അതൊക്കെ വിശ്വസിക്കണല്ലേ? നടക്കൂല. എടാ നിനക്ക് ഞങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ 2 CD ഇല്ലേ? നീ അത് 1 CD ഞങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത തന്നാ മതി. എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, ആ കൈ ഇങ്ങോട്ട്. ആദ്യത്തെ CD എന്നാ ഞങ്ങൾ അവളോട് പറയും. അടുത്ത സീഡിക്ക് നിങ്ങൾ ലൈനാവും. ഞങ്ങൾ പറഞ്ഞാണ്. നീ ഓടിപ്പോയി CD എടുത്തിട്ടോ. CD വീട്ടിലാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾ പോസ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് നീ പോയിട്ട് എടുത്തിട്ട് വന്നാ മതി. അതെ. എന്തായിരിക്കും പടം? അതറിയാൻ പാടില്ലേ? നായിക ജയഭാരതി, നമ്മുടെ എത്ര നടനും. ഓഹോ, എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ മിണ്ടല്ലേ, മണ്ടത്തരം കേക്കട്ടെ. ഒന്ന് പോയാടാ. ഇത് വേറെ ആരും കണ്ടാ കുഴപ്പമില്ലേ? അതിനിത് വാനശാലട്ടല്ല അണ്ണ,
നിന്റെ വീട്ടിലിട്ടാൻ. എൻ്റെ പേരിലിട്ടോ? അല്ല കൊണ്ടേ കുളത്തിലിടാ. ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴാ അവൻ്റെ കൊടുക്കുന്ന സംശയം. അതല്ലടാ, വീട്ടിലാരും കയറി വന്നാലാ? അതിനിപ്പോ നിന്റെ വീട്ടിൽ ആരും ഇല്ല. അമ്മ അയൽക്കൂട്ടത്തിന് പോയിക്കണല്ലേ. ചേട്ടനാണെങ്കിൽ പണിക്ക് പോയിക്കൊണ്ട് വൈകിട്ടല്ലേ വരുള്ളൂ. ഇന്നെല്ലാം നേരെ തിരിച്ചു സംഭവിക്കും. ഇന്നലെ പിന്നെ വീട്ടിലായിരിക്കും അയൽക്കൂട്ടം. ഏയ് കൊച്ചമ്മ അമ്മ പോവും, പിന്നെ ആരും ഉണ്ടാവില്ല. നിന്റെ കാലം ചേട്ടൻ അങ്ങനെ കയറി വരുമോ? പറയാൻ പറ്റില്ലേ. പുള്ളിനാണെങ്കിൽ ഒരു സമയത്ത് 4 കാലത്ത് കണ്ടവരുണ്ട്. ആ കാലിനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പൊക്കാൻ നടക്കേ. അങ്ങനെ വരാൻ വഴി ഒന്നുമില്ല. നിന്ന് പേടിപ്പിക്കാണ്ട് പോയാടാ. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ വന്നാലും ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ വരുള്ളൂ. ദൈവമേ, മൂത്താപ്പ എങ്ങനെ പറഞ്ഞു കൊടുക്കൂ? ഏയ് മൂത്താപ്പതിക്കില്ല. ഒന്നുമില്ലെങ്കിൽ അശ്വതിക്കൊട്ടപ്പനെ ലൈനാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ചതിച്ചാ അതവന്റെ ജീവിതത്തിലെ അവസാനത്തെ ചതിയായിരിക്കും. ദൈവം അന്നണ്ടാ. ആ നടപ്പ് വേണ്ട പറയോടാ, അരപ്പൊട്ടനാണെന്ന്. മൂത്താപ്പ വെയില് കൊള്ളല്ലേടാ, തണലത്തേക്ക് കിടക്കടാ. ഗുഡ് മോർണിംഗ് മൂത്താപ്പ. ഗുഡ് മോർണിംഗ്. വെറുതെ ബഹുമാനം കൂടാ. ഈ കയ്യിലിരിക്കണ ഭക്തരതി അല്ല സുദർശനേക്കർ പോടാ വേണ്ട. ഇതാണ് ഭക്തരതിയുടെ ആദ്യത്തെ സി ഡി. ബാക്കിയൊക്കെ നീ പറഞ്ഞ പോലെ അവളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് CD മേടിച്ച് കൈപ്പിടിയടാ. അതിന് തന്നില്ലല്ല. ഇതെങ്ങനെ കൊണ്ടുപോകും? കടിച്ചു പിടിച്ചുകൊണ്ട് മേടിച്ച് അരിയെ കുത്തറ. അല്ല നീക്ക് ഇത് എവിടെയായിട്ട് കാണാൻ പോണത്? അത് നീ എന്തിനാ അറിയണ? അതൊക്കെ അറിയണം, എങ്കിലേ ഉള്ളൂ പറയടാ. എൻ്റെ വീട്ടിലോട്ടാ. അപ്പൊ നിന്റെ ചേട്ടനല്ലേ? ചേട്ടൻ പണിക്ക് പോയി. ഇങ്ങോട്ട് തരിക. എന്നാ കൊണ്ട കാണ്. അങ്ങയുടെ സേവനത്തിന് വളരെ നന്ദി. വാ, പോവാ, പോവാ. അതേ ഇനി എന്താണ്? ഇതും മേടിച്ചിട്ട് തന്നെ ചതിക്കാനാ പരിപാടിയെങ്കിൽ അറിയാലോ. ഇന്ന് തന്നെ എന്റെ ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. മൂത്താപ്പ ചതിക്കും വഞ്ചനയ്ക്കും ഒരു നിയമമുള്ളൂ. നീ ആയാലും ഞങ്ങളായാലും. എടാ വീടിന്റെ പുറകെ കൂടി മോശമല്ലേ? പിന്നെ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് വരാനുള്ള വീട്ടുകാരെ കാണിക്കാൻ. ചാടി നോക്ക്, ചാടി നോക്ക്. പിന്നെ ഈ തൊള്ളോളം വലിയ ചാടണം എന്തിനാ? അവിടെ ഇരുന്ന് നോക്കിയാ പോരെ. അകത്താരില്ലാന്നാ തോന്നണേ. തല കുടുങ്ങി ചാവണ്ട് മാറി. എടാ ഇവിടെയൊന്നും ആരും ഇല്ലെന്നാ തോന്നണ. എന്നാലും ഒന്ന് നോക്കിയിട്ട് കയറിയാ മതി. ഹായ്, നല്ല ദൂരം. ഒരു ഓട്ടോറിക്ഷ വിളിക്കായിരുന്നു. ആരെങ്കിലും ഉണ്ടോ നോക്കിട്ടോ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലാ? എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ വിളിക്ക്, ഞാൻ പോയി കണ്ടിട്ട് വരാം. അപ്പൊ ഞങ്ങൾ കാണുമ്പോഴാ നിങ്ങളാണ് ഞാൻ പോയി ചോറ് നിന്നിട്ട് വരാം. വെറുതെ സമയം കളയണ്ടാ. ഇയാളുടെ പോക്കണ്ട് ഇയാൾ അഭിനയിച്ച പടം തോന്നൂല്ലോ. നിനക്ക് ഞാൻ പോയി നോക്കിട്ട് വരാം. കയറിപ്പോയി ഇവിടെ ആരുമില്ല. ഓ ഇമാര് നശിപ്പിക്കും. പണ്ടവിടെ കാല് കുടിക്കുന്നു തോന്നണം. കേറിപ്പോരെ. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞ. ഇവരിത് മൊത്തം കുളവും ചവിടല. ഓ ഇതെന്താ മരത്തുവാമല്ലേ? നോക്കി വാട്ടാ. ഇവിടേക്ക് എന്താ ഈ മഴ? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇവന്റെ ചേട്ടനെ പണിയൊന്നും ഇല്ലാത്തോണ്ടേ മണ്ണപ്പം ചുട്ട് കളിച്ചേക്കണ. ചവട്ടിലേട്ടാ എണ്ണ വെച്ചിട്ടുണ്ടാവും. ഇത് വേഗം നടക്കടാ. ആ സീഡി ഇടുന്ന പുറത്തേക്ക് എടുക്കണം. ദൈവമേ കരണ്ടൊന്നും പോലെ. കരുനാക്കുളത്ത് നിന്ന് മിണ്ടാണ്ടിരിക്കൂ. വരാനോടത്ത് വഴി തങ്ങൂല. അതാരാണ്? പറഞ്ഞപ്പോ തന്നെ വന്നാ 1 2 3. എടാ നമ്മൾ 4 പേരില്ലേ? പോടാ 3 പേരിലുള്ളൂ. എന്നറിയാൻ പാടുള്ളൂ. അതല്ലടാ നമ്മ ശരിക്കും 4 പേരില്ലേ? ആ പൊട്ടൻ പുറത്തേക്കാണ്. അവനെന്താ പുറത്തേക്കണം? അവൻ കാണണമെന്ന് പറഞ്ഞാണല്ലോ. പോയി തുറക്കണം അവിടെ. ഇത് ഓണായില്ലേ? ഞാൻ കേറിയിട്ടില്ല. നീ ഇതെവിടെ പോയി കയറി? ടിക്കറ്റ് എടുക്കാൻ ചെരുപ്പ് മാറ്റിയിടാൻ പോയാ. വേറെ ആരെങ്കിലും വന്ന ആരുമില്ലെന്ന് വിചാരിച്ചോട്ടെ. ഇതിനകത്തിന് വേറെ ആരും ഉണ്ടോ? ഇത്രയും പേര് പോരേ. എടാ ഓണായി ഓണായി. അന്ന് ഒരു വിസടിക്കട്ടെ. ഒന്നും മിണ്ടാതില്ലടാ. ഒന്നും മനസ്സിലല്ലോ. സീഡിൽ പൂച്ച മതി പാടാണ്. വരാൻ സമയം കൊടുക്കും. എടാ ഒന്ന് കഴുകിട്ടാലാ. എന്നാ കല്ല കൊണ്ട് അലക്കടാ. പോരും പോരും. അതാരാണ്? അവൻ പിന്നെയും പുറത്ത് പോയാ. ഞാനൊന്നുമില്ല, ദിവനായിരിക്കും. ഒന്ന് പോടാ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഉണ്ടല്ലോ വേറെ ആരാണ്ടാണ്. നീ പോയി വരാൻ നോക്കട്ടോ. അപ്പോഴേക്കും സീഡിയിൽ കൈ പിടിക്കും. ഞാൻ മെയിൻ ഓഫ് ആക്കാം. എടാ തുറക്കുമ്പോ അടുക്കള തുറന്നോട്ടെ. എനിക്കിറങ്ങി ഓടാടാ. മിണ്ടാതിരിക്കണം. ആരാ നോക്കട്ടാ. വാതിലോടക്കല്ലടാ സീഡി എടുക്കട്ടെ. നിന്നെ തിരുവാതിര എടുക്കണ തുറന്നിട്ട് എടുക്കണ. തുറക്കട്ടെ. എടാ ഒന്ന് തുറക്കട്ടോ. എടാ തീ മറിച്ചിട്ടാ. എന്നാ പിന്നെ വീട് കൊണ്ട് കത്തിക്കടാ. നീ തുറക്കല്ലേ. ഞാൻ പോണേട്ടാ. ഓടിയോ കൊല്ലി ഞാൻ. ആ ഞാൻ വീട്ടിൽ കാണൂടാ. സീഡി കൊണ്ടോടാ. എനിക്കൊന്നും വേണ്ട. അവനും കൊടുക്കും. പപ്പടമൊന്നും പറയണ്ട. സീഡി ഒളിപ്പിക്കാൻ. എന്നാ വല്ല വീടും മാറി പോയി പറയണം. ഹായ്, വാട്ട് എ സർപ്രൈസ്. ദൈവമേ പെട്ട്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നോ? എന്താണ് പരിപാടി? ഏയ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ചേരം വീടൊക്കെ കൂടിയിരിക്കാന്ന് വെച്ച്. കയ്യിലെന്തടാ?
കയ്യിലെന്താ? അതിങ്ങനെ കാണിക്കാൻ അല്ലെങ്കിൽ വീശാൻ. നിന്റെ കയ്യിലെന്താ? ഒന്നുമില്ല. ഇപ്പുറത്തെ കയ്യിലോ? ഇപ്പഴത്തെ കയ്യിലൊന്നുമില്ല. തിരിയടാ. രണ്ട് കയ്യിലൊന്നുമില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ തിരിയണത്? ദൈവമേ, 2000 കഴിഞ്ഞ ലോകം അവസാനിക്കുന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അങ്ങോട്ട് സംഭവിച്ചേക്കണേ. ഇതെന്താടാ? അത് കൊതുകുതിരിയാണ്. കൊതുകുതിരി ആയിരുന്നല്ല, മാറിയേ. കൊതുകുതിരിയാ? പോടാ. ഒരൊറ്റ ഇരടാ. അല്ല, ഇയാള് പണിക്ക് പോയിന്ന് പറഞ്ഞിട്ട് ഇയാള് നമ്മക്കിട്ടുള്ള പണിയായിട്ട് വന്നാണ്. മൂത്താപ്പ എന്ന പണിയാവോ? നീയല്ലേ പറഞ്ഞ മൂത്താപ്പ ചതിക്കൂലാന്ന്? എനിക്ക് ആരുടെയാണ്? ആരായാലും ആദ്യം കിട്ടണ പൊക്കണം. പൂളാനെ സൈക്കിളറാ. മുട്ടോളം ചേരിലിറങ്ങി നമ്മള് മൂവന്തിയോളം പണിയെടുത്തേ, മുക്കണ്ണീർ കോരി കിളച്ചു വെച്ചേ, മുക്കറയിട്ടു പണിയെടുത്തേ, മുത്തു വിളഞ്ഞപ്പ തമ്പ്രാനെത്തി, മുപ്പറ നിറപ്പറ കൊയ്യടി പെണ്ണെ, പുഞ്ചപ്പാടൻ കൊയ്യടി പെണ്ണെ, പെണ്ണാളേ കൊഞ്ചിക്കുഴഞ്ഞാടണ് പാടത്ത് നെന്മണികൾ. മുട്ടോളം ചേരിലിറങ്ങി നമ്മള് മൂവന്തിയോളം പണിയെടുത്തേ, മുക്കണ്ണീർ കോരി കിളച്ചു വെച്ചേ, മുക്കറയിട്ടു പണിയെടുത്തേ, മുത്തു വിളഞ്ഞപ്പ തമ്പ്രാനെത്തി, മുപ്പറ നിറപ്പറ കൊയ്യടി പെണ്ണെ. എന്താടാ എന്തോറ്റക്ക്? ബാക്കി 3 അവിടെ എന്താടാ? ഗായക മൂത്താപ്പി ഇങ്ങോട്ട് വന്നാ? ഏയ്, വായനശാല വാർഷികമല്ലേ, റിഹേഴ്സലിനെ തിരക്കാണ്, ആരെയും കാണാൻ പറ്റാറില്ല. അതുകൊണ്ട് അവനെ കാണണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇനി നിനക്കില്ല കഥ പറയുവാൻ ഇടി തുടങ്ങണ പൂരം, കലിയിളകിയ ചടുലതയുടെ പടി കയറണ രോഷം, അതു നിനക്കുള്ള മറുപടിയുടെ തിരയടിയുടെ നേരം. പൂട്ടിയില്ലാന്നല്ലത്. കരടി നിനക്കറിയാം. ഇനി നീ പറഞ്ഞാ മാത്രം മതി, നീയാണോ അതോ അവനാണോ, അല്ലെങ്കിൽ ഒരുമിച്ചാണോ? പോയാളാ, എനിക്കൊന്നും അറിയാൻ പാടില്ല. പിന്നെ നീ എന്തിനാ ഓടിയത്? നിനക്ക് അവനെ കിട്ടില്ലെങ്കിൽ അടുത്തടി എനിക്കതറിയാം, അതുകൊണ്ടാ ഓടിയത്. മൂത്താപ്പ എന്തോ പണിയാരെന്ന് പറഞ്ഞു, അതെന്ത് പണിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. കപടതയുടെ കടയരിയുവ മടയിറങ്ങണ നേരം, ഇനി നിനക്കില്ല കഥ പറയുവാൻ ഇടി തുടങ്ങണ പൂരം, കലിയിളകിയ ചടുലതയുടെ പടി കയറണ രോഷം, അതു നിനക്കുള്ള മറുപടിയുടെ തിരയടിയുടെ നേരം. കാടേറി മലയേറി കാറ്റായി കുളിരായി പോരൂ വേഗം പുള്ളിമാനെ, കാടേറി മലയേറി കാറ്റായി കുളിരായി പോരൂ വേഗം പുള്ളിമാനെ. തക 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 താരോ, തക 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 താരോ, തക 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 താരോ, തക 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 താരോ. ജോഷം ജ്വാലയായി പടർന്നുവോ, വാളും ജ്വാല പോൽ പകർന്നുവോ, നീ എൻ മുന്നിൽ നിന്നെരിഞ്ഞുവോ, നെഞ്ചിൻ താളവും നിലച്ചുവോ, മാനേ അരികിലായണയുവോ. കാടേ
തക 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 താരോ തക 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 താരോ തക 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 താരോ തക 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 താരോ. ഓരോ നോക്കിലും വാശിയോ നെഞ്ചകം തകർക്കുവാൻ വാശിയോ നോവിൻ തണ്ടു നീ അറിഞ്ഞുവോ എൻ കരം തന്നിലാൽ പിടഞ്ഞുവോ ദൂരെ ദൂരെ മേലെ വാനം ഇരുളിയോ കാടേറി മലയേറി കാറ്റായി കുളിരായി പോരൂ വേഗം ഉള്ളിമാനെ കപടതയുടെ കടയരിക്കുവാൻ പടയിറങ്ങണ നേരം ഇനി നിനക്കില്ല കഥ പറയുവാൻ ഇനി തുടങ്ങണ പൂരം കടുലതയുടെ പടികയറണ വശം അതു നിനക്കുള്ള മറുപടികൾ തിരയടിയുടെ നേരം. മതി എടാ എടാ സുലു 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 എടാ വേണ്ട എടാ എടാ ഒരു അബദ്ധം പറ്റിയടാ വേണ്ട സുല്ലു സുല്ലു നിനക്ക് സുല്ല എഴുന്നേക്കടാ ഇല്ലെങ്കിൽ നീ എഴുന്നേക്കടാ. അടിക്കടാ അടിക്കടാ മാറോ വേണ്ട 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 ചതിക്കൂല ചതിക്കൂലാടോ ഒറ്റയല്ലടാ നീ മോത്തോക്കട നീ ക്ഷമിക്കടാ എടാ അബദ്ധം പറ്റിയടാ ഓടാ ഓട് നീ എവിടെ വരെ ഓടും. നോക്കട നീ മോത്തോക്കട നീ എടാ നിനക്കൊക്കെ എന്താ പ്രാന്താണടാ പട്ടികളെ തെണ്ടിത്തരം കാണിച്ചിട്ട് കൊറക്കണോ. ചതിക്കൂല ചതിക്കൂല അത് പറഞ്ഞിട്ടല്ലടാ ഞാൻ ഇപ്പൊ അടിക്കുന്നത്. അബദ്ധം വേണ്ട മഹാനൊരുപാട് ഉയർത്ത് കാണുമല്ലോ ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാൻ. ഇത്ര തെണ്ടിത്തരം കാണിച്ചിട്ട് മുട്ടു തീർത്തിയാണ് ഇതെന്താ നഴ്സറിയാ മാത്രം കൊടുക്കണല്ലേ കൊടുക്ക് ഞാൻ തൂത്തരാ കൊടുത്തോ മൂത്തപ്പോ നാളെ ഇവിടെ കൂടി ഇരുന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചാണ് നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഇരിക്കുമായിരിക്കുന്നു. ഇതിങ്ങ് വരട്ടാ കാണിച്ചു തരാം നിന്നാക്ക ഞാൻ പണിക്ക് വന്നാൽ നിനക്കൊക്കെ ഏറ്റവും വലിയ ക്രിമിയടി. മറ്റോമാരുണ്ടേ ഓടും അമാര് ഓടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതെങ്ങ് വരട്ടാ കാണിച്ചു തരാം നിന്നാക്ക പിള്ളേര് കളിക്കണം വെറുതെ. എടാ ഇവിടെ അമ്മിക്കടി ഇരിപ്പുണ്ടോടാ. അയ്യോ ഒന്നും വേണ്ട ചേട്ടൻ പാവാണ്. അതിനല്ല ആ ടി വി ഇട്ടിട്ട് ഓടാടാ. ശരിയാക്കി തരാടാ. അയ്യേ കഷ്ടം. ഇതൊക്കെയാണടാ നീ ഇത്ര നേരം കണ്ടോണ്ടിരുന്നത്. സത്യം പറ ഉണ്ട കണ്ടാടാ. സ്വത്തായിട്ട് കാപ്പും കാണാൻ സമ്മതിക്കില്ലല്ലേ. വാടാ ഇയാൾ വല്ല ചോറും കെട്ടിക്കാൻ വന്നാ മതി. വേറെ ആരും കേട്ടല്ലോ വിചാരിച്ചാ വാലടിച്ചിട്ടിരുന്നേ. ശരിയാക്കി തരാട്ടോ പണിക്ക് പോയില്ലല്ലേ. മക്കളെ ഞാൻ പഠിക്കുവാടാ. ടോമാഞ്ചെറിയാ. ആ ടോമാഞ്ചെറി. ഈ കഥയിൽ നമ്മളൊക്കെ ടോമുകളും ഇവൻ ജെറിയും. ജെറി പറയും കഥ. കഥ പറ ജെറി. പറയടാ.
മൂത്താപ്പാ ആ അവിടെ നിന്നെ അന്വേഷിച്ചവന്മാർ നടപ്പുണ്ടായിരുന്നല്ല ഭക്തര് വാങ്ങിക്കാണ്ട് എടാ കരിമാക്കാനെ അപ്പൊ നീയാണല്ലേ അവന്മാരെ എന്റെ അടുത്തേക്ക് പറഞ്ഞിട്ടത് ഒന്ന് പോയാടാ നിനക്ക് തോന്നണ്ടേ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒഴിവാക്കാൻ നോക്കടാ പക്ഷെ നടന്നില്ല. ആ ഇതെന്താ ഭക്തരതി എന്ത് കൊടുക്കാൻ പോണോ? അല്ലാണ്ട് ഇപ്പൊ എന്തിനാ? നീ എന്തെങ്കിലും ചെയ് ടോമാഞ്ചലി ഞാൻ എനിക്ക് തരാമെന്നാ ഞാൻ പോണു. അല്ലടാ ആ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോ? നീ എന്താ ആലോചിക്കണേ? എപ്പോഴും അവന്മാർ എനിക്കല്ലേ പണി തന്നെ. ഇത്തവണ ഒരു പണി ഞാൻ അവന്മാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. എന്തു പണി? അത്ര വലിയ പണിയൊന്നുമല്ല, ഒരു ചെറിയ പണി. ദേ പ്രശ്നമാവൂട്ടാ. പ്രശ്നമൊന്നുമില്ല, നീ പോക്കോ. അവന്മാർ ചോദിക്കുകയാണെങ്കിൽ എന്നെ കടന്നൊന്നും പറയണ്ട. അവന്മാർക്ക് കാണാൻ പറ്റിയത് ഭക്തരതില്ല, ടോമഞ്ചറിയാ. മൂത്താപ്പ അതിബുദ്ധിപരമായി നീ മണ്ടത്തരം കാണിച്ചതുകൊണ്ട് അതിസാഹസികമായി ഞങ്ങൾ രക്ഷപ്പെട്ട്. അതി ഉർവശി ശാപമൊക്കെ ഉപകാരം എന്ന് പറയണ പോലെ. ഞാനങ്ങനെ കാണിച്ചോണ്ട് രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനാ എന്നെ അടിക്കണത്? മൂത്താപ്പാ ഞങ്ങൾ പറഞ്ഞല്ലടാ, ചതിക്കും വഞ്ചനയ്ക്കും ഒരു നിയമമുള്ളൂ. നീ ആയാലും ശരി ഞങ്ങളായാലും ശരി. അവന്റെ ഒരു ഭക്തരതി. നടുമ്പോഴും പാടണ പാട്ട് ഇവന്മാര് ഇതൊരു വേറൊരു കേൾക്കുമ്പോഴും ഷാരൂഖ് ഖാനും രജനികാന്തും കൂടി അങ്ങോട്ട് പോണേ. വേഗം ചെല്ലേ, സന്ധ്യാവാറായി. എന്റെ പൊന്നോ, ആയുർവേദമല്ല രതിനിർവേദം. പാടണ പാട്ട്